നമ്മൾ കപ്പ എടുക്കുന്നത്? കപ്പ നമുക്ക് ചാലയിൽ സ്ഥിരമായിട്ട് നാടൻ കപ്പയാണോ? നാടകം. ഇത് നാടനല്ലേ, ചില സമയത്ത് നാടൻ കിട്ടും, ചിലപ്പം കിട്ടില്ല. ഞാൻ പണ്ട് എന്തായിരുന്നാലും നമ്മൾ നോക്കി നല്ല നോക്കി തിരഞ്ഞെടുക്കാനും നോക്കും. അതുപോലെ കിട്ടാൻ ശ്രമിക്കും മാക്സിമം. പണ്ട് ഇവിടെ നമ്മുടെ ക്രൂവിലുള്ള ആൾക്കാർ തന്നെ പറഞ്ഞാൽ കേട്ടേക്കാണ്, കപ്പ ഇവിടുത്തെ കപ്പ എന്ന് പറയുമ്പോൾ മീനിന്റെ ചാറും കപ്പയും വേർതിരിച്ചറിയാൻ പറ്റില്ല. അത്രയ്ക്ക് ഒരു കട്ടി കഷ്ണം പോലും ഉണ്ടാവില്ല. കുഴമ്പ് നല്ല സോഫ്റ്റ് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ മാക്സിമം നോക്കി എടുക്കുകയാണ്. ഇപ്പോഴത്തെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. അത് കണ്ടാൽ നമുക്ക് നല്ല വേവും തോന്നും, ചിലപ്പോൾ വേവില്ല. ഇത് പുറത്തുനിന്ന് വന്ന ഇത് പുറത്തുനിന്ന് എല്ലാം പുറത്ത്. ഇവിടുന്ന് കിട്ടാറുള്ള കളക്ട് ചെയ്യാറുണ്ടോ? ഇവിടുന്ന് ഉണ്ടാവും. ഇവിടുന്ന് കിട്ടാതെ വരുമ്പോഴത്തേക്കാണ് നമ്മൾ എടുക്കുന്നത്. അതെ, ഇതെല്ലാം പോയി തന്നെയാണ് സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. പോയി നോക്കിയെടുത്താണ് കൊണ്ടുവരുന്നതാണ്. ഏകദേശം കപ്പയൊക്കെ ഇങ്ങനെ ചാക്ക് കണക്കിന് ഉണ്ട്. ഇപ്പൊ ഇവിടെ കൊത്തുചേട്ടൻ എത്ര ആളാണ് ഇവിടെ? ഇവരെല്ലാം എന്നോട് തുടങ്ങിയുണ്ട്. നമ്മുടെ പഴയ ഹോട്ടലുണ്ടായിരുന്ന അത് കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടി പോലെ അങ്ങോട്ട് ഇവിടെ പോയി. പിന്നെ ഈ പറഞ്ഞില്ലേ, നമ്മൾ ഈ വരുമ്പോഴത്തേക്ക് മാസമല്ല നമ്മുടെ ആ സ്റ്റൈലായിട്ട് നമുക്ക് ആര് വന്നാലും നമുക്ക് വേണ്ടി പോകാൻ പറ്റും. അപ്പം അവരുടെ രീതിയിലല്ല. അപ്പം നമുക്കെല്ലാം ആ രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ ഉള്ളതുകൊണ്ടാണ് താല്പര്യമുള്ളതുകൊണ്ടാണ് അതേ പറ്റുള്ളൂ. അവിടെ കപ്പ വിളിക്കുന്നു, അവിടെ കപ്പ ചേട്ടൻ. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? മണിയൻ ചേട്ടൻ. ചേട്ടൻ്റെ പേരെന്നാ? നാപ്പൻ ചേട്ടൻ. നാപ്പൻ ചേട്ടൻ ഇവിടെ കപ്പ നമ്മളെല്ലാവരും ഓരോ തവണ ഇങ്ങനെ ചെയ്തോണ്ടേയിരിക്കും. അത്രേ ഉള്ളൂ. മാറി മാറി. ചേട്ടനും സ്റ്റാർട്ടിങ് തൊട്ടേ ഉള്ളതാണ്. ഇതെല്ലാം ഒന്ന് അരിയണം, അരിഞ്ഞിട്ടേ വേവിക്കാൻ വെക്കാൻ. കുറച്ചുകൾ വേവിച്ച് കയറ്റണം. ഇത് വൈകുന്നേരത്തേക്കുള്ള സെറ്റപ്പ് കയറ്റിയാ? അയ്യോ, നമുക്കുള്ള കയറ്റിയാ? അല്ല, അത് വെച്ചാൽ അത് കയറ്റാൻ പാടില്ല. അത് എനിക്ക് നമുക്ക് വേഗം പോയി കപ്പ എടുക്കാം, അല്ലെങ്കിൽ എല്ലാം കഴിയും. കപ്പ കയറ്റിയുള്ളൂ. അടുപ്പിട്ടേ ഉള്ളൂ. 12 മണിക്ക് സാധനം എല്ലാം സെറ്റ് ചെയ്ത് കയറണം. 12 മണിക്ക് കയറണം. നമ്മളപ്പോ പെട്ടെന്ന് എല്ലാം ചെയ്യണ കാര്യമുണ്ട്. കാരണം 12 മണിക്ക് ഇവിടെ തിരക്ക് തുടങ്ങും. പിന്നെ തിരക്ക് വന്നാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് വേഗം പോയി കപ്പയുടെ കാര്യങ്ങൾ നോക്കാം. അത് കഴിഞ്ഞ് മീൻ. അപ്പൊ കപ്പ ഇങ്ങനെ വേവിക്കാൻ ഇട്ട് കഴിഞ്ഞു. ചൂടായി തുടങ്ങിയിട്ട് എത്ര നേരം പിടിക്കും? ഒരു അരമണിക്കൂർ റെഡിയാകും. അരമണിക്കൂർ വേണ്ട, നല്ല ചെറിയൊരു വേവ് തുടങ്ങുമ്പോൾ നമ്മൾ അരപ്പിടും. നല്ല വേവ്. അല്ല, ഇത് ഊറ്റിയിട്ട് പിന്നെ അരപ്പിട്ട് ഇട്ട് കുഴക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ഒന്ന് ആവട്ടെ. അപ്പൊ നമുക്ക് ഇതിന്റെ അരപ്പുണ്ടാക്കണത് കാണാം. കപ്പയുടെ അരപ്പ് അവിടെ പെട്ടെന്ന് 12 മണി ആവാറായി. ആ ഒരു തിരക്കിലാണ് എല്ലാം നടക്കുന്നത്. നമുക്കിവിടെ ബീഫ് കറി ആയി, നല്ല ചൂട് ഇങ്ങനെ പാറി നിൽക്കുന്നുണ്ട്. അതെന്ത് ഇതാണ് പൊടി? ഇത് പൊടി എല്ലാം മുളക് അരപ്പാണ്. ഇവിടെ ഒന്നും പൊടിയില്ല. മുളക്, ബീഫ് എല്ലാത്തിനും അരച്ചുള്ള പരിപാടി അല്ലാതെ പൊടി ഇടുന്ന പൊടിയില്ല. ഇറച്ചിക്ക് മാത്രമേ പൊടി മുളക് പൊടി ഉപയോഗിക്കുന്നുള്ളൂ. അല്ലാതെ മീൻ പെരട്ടാനായിരുന്നാലും കറിക്കായിരുന്നു എല്ലാത്തിനും അരപ്പാണ് മുളക് അരക്കുള്ളൂ. ഇത് മീന് വെള്ളം വരാൻ വേണ്ടി വെച്ചാണ് ചൂര. നല്ല പീസാണ്, നല്ല വെള്ള ചൂരയാണ്. നമ്മുടെ സാധാരണ ചൂരയല്ല, വെള്ള ചൂര. നല്ല സോഫ്റ്റ് പീസാണ്. അതെ. മുളക് അരച്ചു വെച്ചേക്കാണ്. മുളക് കേട്ട് അതിന്റെ ഇത് മുളക് അരച്ചു വെച്ചു. മുളകാണ് അരച്ചാണ് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ചേർന്ന ഉപ്പ്, പിന്നെ മഞ്ഞപ്പൊടി, മുളക്, അത്ര വേറെ ഒന്നുമില്ല. വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. അത് അതെ. അപ്പോഴത്തേക്ക് നമ്മൾ മുളക് മീൻ വരെ കാണിക്കാം. അപ്പോഴത്തേക്ക് അരപ്പ് റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് മീനിന്റെ മുളക് വേണം. ചേച്ചി എല്ലാം പെട്ടെന്ന്. പേരെന്താ? ഗോമതി. ചേച്ചി സ്റ്റാർട്ടിംഗ് ഇവിടെ ഉണ്ട്. അത് മറ്റേ പഴയ കടയിൽ കുറച്ചുണ്ടായിരുന്നു. ഓൾഡ് സ്റ്റോപ്പ്. അതെ, എക്സ്പീരിയൻസ് സ്റ്റോപ്പ് മുമ്പേ ഉള്ളതാണല്ലേ. ഓക്കെ, അപ്പൊ അതിങ്ങനെ നന്നായിട്ട് പെരട്ടാണ് അതിനകത്ത്. ഇത് പെരട്ടിട്ട് വെക്കോ? കുറച്ച് ഒരു 10 മിനിറ്റ് ഇരുന്നാൽ മതി. മായൊന്നുമില്ലാത്ത കാരണം പെട്ടെന്ന് തന്നെ അറ്റാക്ക് ചെയ്യും. വേറെ ഒന്നും ഇല്ലല്ലോ അതില്. ചൂര എന്നും വേണം. ചൂര ഇല്ലെങ്കിൽ ഇവിടെ പ്രശ്നമാണ്. അത് കൂടാണ്ട് എന്തൊക്കെ മീനാണ് നമ്മൾ? അതിന് വാള വരെ, നെമ്മീൻ വരെ, അയല, കൊഴിവാള. ഇതൊക്കെ എന്ത് വിഭവത്തിന് വേണ്ടിയിട്ടാണ്? അതായത് എല്ലാം ഫ്രൈക്കാണ്. കറി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഐറ്റം മാത്രം മതി. ബാക്കി ഫ്രൈ വെറൈറ്റി എല്ലാം വേണം. ഏതുണ്ടെങ്കിൽ കുഴപ്പമില്ല. കറി ഒരൈറ്റം, ചൂര ഫ്രൈയും വേണം. വേറെ എന്തുണ്ടെങ്കിലോ ഏത് ഐറ്റം, നെമ്മീനോ പാരയോ. എന്തായാലും ഇതൊന്നൊരു 10 മിനിറ്റ് ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് പൊരിക്കാം. ശരി. അപ്പോൾ നമ്മുടെ മീൻകറി അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ ഇതിനകത്ത് തേങ്ങ മുളക് ഇട്ട് അരച്ച് ഉള്ളിയിട്ട് അരച്ചു വെച്ചു. എന്നിട്ട് അതിൽ കഴിഞ്ഞ് മാങ്ങ മുരിങ്ങ കരിവേപ്പിലേക്ക് ഇട്ട് തിളച്ച് വന്നിട്ട്
മീനിടുക. പിന്നെ ഇതിപ്പോ അരപ്പ് തിളയ്ക്കാൻ വേണ്ടി തിളയ്ക്കാൻ വേണ്ടി വെച്ചേക്കാം. ഇത് കഴിഞ്ഞിട്ട് നമ്മള് ഇതിനകത്തോട്ട് എന്ത് മീനാ ഇടുന്നത്? ചൂരയാണ്. അപ്പൊ അത് നല്ല ചൂര തേങ്ങ അരച്ചുള്ള കറിയാണ്. നാടൻ കറി അത്രേ ഉള്ളൂ. നല്ല മുരിങ്ങാക്കോലും മാങ്ങയും മീനും തേങ്ങാപ്പീര അരച്ച് നല്ല ഇട്ട് കാണിച്ചു തരാം. അപ്പൊ അത് തിളയ്ക്കുമ്പോഴേക്കും നമ്മൾ നല്ല ചൂര അങ്ങോട്ട് ഇടും. അങ്ങനെ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഇടും. അപ്പോഴത്തേക്ക് കപ്പ റെഡിയാവും. കപ്പയുടെ അവിടെ അരച്ചോണ്ടിരിക്കേണ്ടത് ഡിസ്റ്റർബ് ചെയ്യേണ്ട. അരപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഇതുവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ നമ്മുടെ കപ്പയ്ക്കുള്ള അരപ്പുണ്ട്. നമ്മൾ അധികം അങ്ങോട്ട് പോയി ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ചേച്ചി ആയിക്കോട്ടെ, നമുക്ക് പക്ഷെ കാണാം. അപ്പോൾ തേങ്ങ, വെളുത്തുള്ളി, ജീരകം, കറിവേപ്പില എല്ലാം കൂടി ഇട്ട് ഇത് അരച്ചെടുത്തിട്ട് മരച്ചീനിക്കകത്തും. അപ്പോൾ എന്തായാലും അരച്ചിട്ടുണ്ട്. ഇവിടെ അരച്ച് മാറ്റിയൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അരപ്പായിട്ടുണ്ട്. തേങ്ങ, വെളുത്തുള്ളി എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെച്ചേക്കാം. ഇത് കപ്പയായി കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തിട്ട് അങ്ങ് റെഡിയാക്കും. ഇവിടെ എല്ലാം നടക്കുകയാണ്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് പുളിശ്ശേരി എന്നും ഉണ്ട്. പുളിശ്ശേരി, സാമ്പാർ, പരിപ്പ്, രസം എല്ലാം ഉണ്ട്. എന്തായാലും ബേഷ്. അവിടെ അത് എന്തിനുള്ള അവിയലിനുള്ള പച്ചക്കറികൾ വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഇങ്ങനെ നടക്കുകയാണ്. സ്പീഡായിട്ട്. കാരണം ടൈമില്ല. എല്ലാം കറക്റ്റാ. 11:30 ആകുമ്പോൾ സെറ്റ് ചെയ്ത് 11:30 ആകുമ്പോൾ സെറ്റ് ആവുള്ളൂ. അതിന്റെ കണക്ക്. അതാണ്.